ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ കണ്ടോ, നല്ല മഴ പെയ്ത ഒരു അറ്റ്മോസ്ഫിയറാണ്. തലേ ദിവസം രാത്രി നന്നായി മഴ പെയ്തു, അതിൻ്റെ ഒപ്പം തന്നെ കറണ്ട് പോയി. അപ്പോൾ ബേബി മേതൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. 8 മണിക്ക് ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും എണീറ്റത്. അപ്പോൾ അമ്മ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചു, അതുപോലെ തന്നെ ചായയും ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ പാൽ ചായയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുക. അപ്പോൾ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുണ്ട് കേട്ടോ. ഇത്രയും ദിവസം നല്ല വെയിലാണല്ലോ, അപ്പോൾ ചൂട് അതിനനുസരിച്ച് ചൂടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഒരു മപ്പാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ എൻ്റെ. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ചായ കുടിക്കാമെന്ന് കേട്ടോ. നമ്മുടെ ചപ്പാത്തിയും മുട്ടക്കറിയും ഒരു കോപ്പ ചായയും അങ്ങോട്ട് കുട്ടിച്ചു. അപ്പോൾ അതാ ടി വി കണ്ടിട്ടോ. വേദു എണീറ്റു, ടി വി കാണുന്നുണ്ട്. ബേബി എണീറ്റു. അവർ ചോക്കോസാണ് കേട്ടോ ഈ കഴിക്കുന്നത്. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് അന്ന് കുറേ ദിവസമായി പറഞ്ഞു ചോക്കോസ് മതി എന്ന്. അപ്പോൾ ഞാൻ പാല് വാങ്ങാൻ മറക്കായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം തന്നെയായിരുന്നു ഞങ്ങൾക്ക് കൂറ്റനാട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. വേറെ ഒന്നിനുമില്ല, നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആണ് കേട്ടോ. വലിയ ഷോപ്പിംഗ് ഒന്നല്ല, ചെറിയ ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പം ഞാനും ബേബിയും കൂടിയിട്ടാണ് പോകുന്നത്. ബസ്സിലാണ് പോകുന്നത് കേട്ടോ. വേദു അപ്പം നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഞങ്ങളോട് പോയിക്കോളാൻ പറഞ്ഞു, വേഗം വരണേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. കരച്ചിലോ പിഴിച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. കാരണം മഴക്കാർ ചെറുതായിട്ട് അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു മഴ പെയ്യുമെന്ന് കേട്ടോ. അപ്പോൾ കുടയൊക്കെ എടുത്തു. അപ്പോൾ വേദു കണ്ടോ ഞങ്ങൾ ടാറ്റ തരാനൊക്കെ പുറത്തേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു, എടാ അകത്തേക്ക് പോയിക്കടാ, ആ ജനലിൻ്റെ അവിടെ നിന്ന് നോക്കിക്കോ എന്നൊക്കെ കുറേ പറയുന്നുണ്ട് കേട്ടോ. എവിടെ പുറത്ത് നിന്നിട്ട് തന്നെ പാവം നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ അകത്തേക്ക് പോയി. അപ്പോൾ ഈ ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ടോപ്പ് സ്റ്റുഡിയോ എന്ന് വാങ്ങിയതാണ്. നല്ല ടോപ്പാണ്. ഞാൻ ബാംഗ്ലൂർക്കും അതുമാതിരി ആന്ധ്രയ്ക്ക് പോകുമ്പോഴൊക്കെ തന്നെ ഇട്ടായിരുന്നു. പിന്നെ അത് അവിടെ എന്തോ കല്യാണം എന്തോ നടക്കുന്നുണ്ടോ ഞങ്ങളുടെ അവിടെ ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ വല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കുറേ ആൺകുട്ടികൾ നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലാക്ക്. അപ്പോൾ അതാ കൂട്ടുപാത ഇറങ്ങിയിട്ട് പിന്നെ കൂറ്റനാടേക്ക് ഒരു ബസ് കയറണേ. പിന്നെ എനിക്ക് ഈ ബസ്സിൻ്റെ ബസ്സിലുണ്ടായൊരു മോശം അനുഭവം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് യൂട്യൂബിലല്ല ഇട്ടത്, ഇൻസ്റ്റയിലിട്ടത്. അത് ഞാൻ വഴിയെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂട്ടുപാതയിൽ നിന്ന് കൂറ്റനാടേക്ക് ബസ് ഇറങ്ങി. എന്നിട്ട് ബുക്ക് സ്റ്റോൾ ഉണ്ടല്ലോ, അവിടെ താഴത്ത് തന്നെ കുട്ടനാട് സെൻറ്ററിൽ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. ഈ ചേട്ടൻ്റെ ആണ് കേട്ടോ ബുക്ക് സ്റ്റോള്. കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ബുക്ക് സ്റ്റോൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് 2 ലൈനും 4 ലൈനും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെറിയ ബുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ തൽക്കാലം 2 വാങ്ങി കേട്ടോ. ഇത്തിരി വലുതാണ് ആവശ്യം. അപ്പോൾ ഞങ്ങൾ എല്ലാം 2 ആയിട്ട് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് എന്തോ 2 പേന വാങ്ങി കേട്ടോ. പിന്നെ എന്തെങ്കിലും വാങ്ങി വെച്ചൊക്കെ ഓർമ്മയില്ല കേട്ടോ. അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി. പിന്നെ പൗച്ച്, അതുപോലെ തന്നെ ബ്രൗൺ പേപ്പർ, പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ കടയിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാം ഒരു കടയിൽ നിന്നല്ല വാങ്ങിയത്. ശരിക്കും അങ്ങനെ കയറിയാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾ ഇത് ബുക്ക് സ്റ്റോളല്ലേ, ഒരുവിധ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും വിചാരിച്ചു. നോട്ട് ബുക്കുകൾ വാങ്ങാൻ ബെസ്റ്റ് ബുക്ക് സ്റ്റോളാണല്ലോ. അപ്പോൾ മാത്സിൻ്റെ ബുക്കൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് 2 വാങ്ങി. എല്ലാം 2 വാങ്ങി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ വേറൊരു കടയ്ക്ക് പോയിട്ട്, ഈ കടയിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്. ഒരു ഫാൻസി സ്റ്റോർ പോലുള്ള എല്ലാ സാധനങ്ങളും. പിന്നെ ഒന്നാമതേ മെയ് പകുതി അല്ലെങ്കിൽ ലാസ്റ്റൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ കളക്ഷൻസ് വരിക കേട്ടോ എല്ലാവരുടെയും. നിങ്ങളൊക്കെ ഷോപ്പിങ്ങിന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുകയാണ്, മെയ് പകുതി അല്ലെങ്കിൽ മെയ് ലാസ്റ്റായിട്ട് പോയാൽ മതി. നല്ല കളക്ഷനൊക്കെ അപ്പോഴുണ്ടാവുക, തിരക്കും അപ്പോഴായിരിക്കും കേട്ടോ. ഇപ്പൊക്കെ പോയാൽ തിരക്കുണ്ടാവില്ല, സുഖമായിട്ട് നമുക്ക് പോയി എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കിറ്റൊക്കെ നോക്കിയിട്ട്, അപ്പോൾ അവിടുന്ന് ഒരു കിറ്റ് എടുത്തു. അതുപോലെ തന്നെ ബ്രൗൺ പേപ്പറും മറ്റേ പേപ്പറൊക്കെ പൊതിച്ചിലിടാനുള്ളതൊക്കെ അവിടുന്ന് അത്യാവശ്യം 3 6 എടുത്തു കേട്ടോ. അത്യാവശ്യം വേണമല്ലോ. പിന്നെ സ്നാക്സ് ബോക്സ് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫുള്ള് ഈ കുഞ്ഞു കുട്ടികൾ യൂസ് ചെയ്യണ പോലത്തെ കേട്ടോ. അപ്പോൾ അവൾക്കത് ഇഷ്ടമായില്ല. പിന്നെ അവൾക്ക് ഇഷ്ടമായത് ഇതാണ് കേട്ടോ, ഒരു ബ്രൗൺ കളറ്, ഒരു കാപ്പി കളർ ഉണ്ടല്ലോ, കാപ്പി കളർ പോലത്തെ ഇതാണ് കേട്ടോ. അതിൻ്റെ കളർ തന്നെ അതാണ് കേട്ടോ. അപ്പോൾ അത് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ 100 സംതിങ് ആണ് കേട്ടോ അതിൻ്റെ വില. പിന്നെ വേറെ ഒന്ന് കണ്ടോ, അത് 200 300 അത്രയൊന്നും നമുക്ക് വേണ്ടല്ലോ. പിന്നെ ഈ കുട്ടി കിറ്റ് കാട്ടി തന്നു കേട്ടോ. കുറേ കിറ്റുകളുണ്ട്. അതിൽ ഞങ്ങൾക്ക് വേണ്ട ഒരു കിറ്റ് എടുത്തു കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് കിറ്റും ഒരു വേറെ ടൈപ്പ് കിറ്റുകളൊക്കെ ഉണ്ട്. ഇവൾ ഇങ്ങനത്തെ തോന്നുന്നുണ്ട് എടുത്തത്. പിന്നെ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയിട്ട് ഷഹനാസിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നുമില്ല, എനിക്കൊരു ബ്ലൗസ് തുണി എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെ അവിടുന്ന് അത് കിട്ടി. ഇപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഇപ്പോൾ ഷഹനാസ് സിൽക്സിൻ്റെ മേലെ തന്നെ ഫാൻസി സ്റ്റോർ തുടങ്ങിയിട്ട് കേട്ടോ. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ. സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അവളുടെ കണ്ണിൽ ഉടക്കിയിട്ട പൗച്ച് നല്ല ഇഷ്ടമായി കേട്ടോ അവൾക്ക്. ഒരു സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം അവിടെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ റേറ്റ് കൊടുക്കുക വേണമല്ലോ. അപ്പോൾ പിന്നെ പൗച്ച് ആദ്യം ഈ സെക്ഷനിൽ പോയപ്പോൾ അവൾക്ക് വലിയ പിടിച്ചില്ല കേട്ടോ. ഇപ്പുറത്തെ സെക്ഷനിൽ പോയപ്പോൾ അവളുടെ കണ്ണൊക്കെ നോക്കൂ, അടിപൊളി എന്നുള്ളൊരു ഇതായിട്ട്. അതിൽ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഒന്നും ഇഷ്ടമായി, അതന്നെ എടുത്തു കേട്ടോ. അതിന് ഇത്ര 200 സംതിങ് എന്താണ് കേട്ടോ വില. അതന്നെയാണ് അവൾ എടുത്തതും.
സ്പേസ് ഒക്കെ ഉണ്ട് എന്നാട്ടോ അവൾ പറഞ്ഞത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങി. വേദുവിനെ കളറിങ് ബുക്ക് വാങ്ങി. പിന്നെ ഇങ്ങനത്തെ മാലകളുടെ കളക്ഷനൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓൺലൈനിലുള്ള സാധനങ്ങളാണ്. ഞാൻ കൂടുതൽ അങ്ങനെ വാങ്ങാറ്, ഇവിടെ നിന്നൊന്നും വാങ്ങാറില്ല. പിന്നെ അവൾക്ക് ബണ്ണ് വേണം എന്നുണ്ടായിരുന്നു, ബ്ലാക്കും വൈറ്റും സ്കൂളിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതും എടുത്തു. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യൂടെക്സോ അങ്ങനെ എന്തോ എടുത്തു കേട്ടോ. അത് ഇവിടുന്ന് ഞാൻ മുന്നേത്തെ കടയിൽ നിന്ന് എടുത്തു തോന്നുന്നുണ്ട് കേട്ടോ, ഓർമ്മയില്ല എനിക്ക്. പിന്നെ ഇതാ കമ്മൽ, ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാറ്റിനും അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഞാൻ കമ്മൽ എടുത്തില്ല. കമ്മലൊക്കെ എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പപ്പുവട്ടനും പറഞ്ഞു എന്നോട് എടുത്തോളാം, പക്ഷെ ഞാൻ എടുത്തില്ല. ഇത്രയൊക്കെ വലുതൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ എങ്ങോട്ടും ഇടണില്ല. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ഓൺലൈനിലേറ്റം നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കളറിങ് ബുക്ക് എടുക്കുമെന്ന്. അപ്പോൾ ആ ചേച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ കളറിങ് ബുക്ക്. പിന്നെ ഇവിടുന്ന് ഞാൻ ഒരു കുട്ടീനെ പരിചയപ്പെട്ടു കേട്ടോ. ആ കുട്ടിയോട് ഞാൻ എൻ്റെ ഇൻസ്റ്റയും അതുപോലെ തന്നെ യൂട്യൂബും ഫോളോ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഫോണ് ആ ടൈമിൽ അവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഓർമ്മ കിട്ടിയിരുന്നില്ല. ഇനി ഓർമ്മ കിട്ടുന്നുണ്ടോ ചോദിച്ചൊക്കെ അറിയില്ല. ഞാൻ ശരണ്യ മുകുന്ദൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റായിട്ട്. ഈ കുട്ടിയുണ്ട്, ഞാൻ മുഖം അങ്ങനെ കാട്ടിയില്ല. ആൾ കാട്ടണ്ട പറഞ്ഞു കേട്ടോ. കാട്ടിനോട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ കാട്ടിയില്ല. അപ്പോൾ അഞ്ജനാന്നോ അങ്ങനെ എന്തോ പേര് പറഞ്ഞത് അങ്ങനെ തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് കുറേ ട്രൈ ചെയ്തു കേട്ടോ അവിടുന്ന്. പക്ഷേ ലിപ്സ്റ്റിക്ക് ഒന്നും എടുത്തില്ല, കാരണം എൻ്റെ കയ്യിൽ എൻവൈബയുടെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഡാർക്ക് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലൈറ്റ് കളർ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ എല്ലാറ്റിനും നല്ല റേറ്റാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ചു. പിന്നെ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. അവൾക്ക് ബാഗും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല, അത് അവളുടെ ചാച്ച വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും ആയി കേട്ടോ. പിന്നെ അവിടുന്ന് ബില്ല് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ തന്നെ സമയം 1 മണിയുടെ അടുത്തെത്തി. അപ്പോൾ ഞങ്ങളിതാ കൂറ്റനാടുള്ള ഫേമസ് ബേക്കറിയിൽ കയറിയിട്ട് ഒരു 2 ഷേക്കും അതുപോലെ തന്നെ 2 എന്താ ചിക്കൻ റോളും കഴിച്ചു കേട്ടോ. അപ്പോൾ ഒരു വിശപ്പിന് ഒരു ആശ്വാസം കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇനിയാണ് ഞാൻ എൻ്റെ ഒരു മോശം അനുഭവം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. കൂറ്റനാടോ എവിടെ എത്തി കൂറ്റനാടേക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ, കൂറ്റനാടിൽ നിന്ന് കൂട്ടുപാതയ്ക്കുള്ള ബസ്സിൽ കയറിയപ്പോൾ കണ്ടക്ടർ അപമര്യാദയായിട്ട് തന്നെ പെരുമാറി, ഭയങ്കര ഷൗട്ട് ചെയ്തിട്ട്. ഈ എത്ര വയസ്സ് മുതലാണ് കുട്ടികൾക്ക് ടിക്കറ്റ് കൊടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കും, അതിന് അയാൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കഥയാണ്. പിന്നെ അതാ വീട്ടിലെത്തിയിട്ട് നല്ല ചോറും ചൂടക്കൂട്ടാനും ചൂട വറുത്തതൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ. അപ്പോൾ വേദുവിനെ ആ സാധനം കൊടുക്കാൻ ഇങ്ങനെ ധൃതി പിടിച്ചിട്ടൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ സന്തോഷം കണ്ടാൽ തോന്നുന്നു അവൻ ഫുൾ ടൈം അതിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 മിനിറ്റ് നേരത്തെ ആ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ക്രയോൺസും ബുക്കൊക്കെ അവിടെ കയറ്റി വെച്ചിട്ടുണ്ട്, ഇതുവരെ തൊട്ടിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവനെ ഓർമ്മിപ്പിക്കണം. അതങ്ങനെയാണല്ലോ, എന്ത് സാധനം കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുറച്ച് നേരത്തെ സന്തോഷം ഭയങ്കര ഇതായിരിക്കില്ല. കണ്ടോ, കളർ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ സന്തോഷം. അത് കളർ ചെയ്യണതൊക്കെ പുറത്തേക്കാണിട്ട് പോകുന്നത്. അതിങ്ങനെ പഠിച്ചു വരണല്ലേ ഉള്ളൂ, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം. അപ്പോൾ അങ്ങനെ അവൻ്റെ കുറച്ച് സന്തോഷം ഞാൻ കണ്ടുകൊണ്ടിരുന്നു കളറിങ്ങനെ. പിന്നെ അവനെ മാങ്ങ വേണം പറഞ്ഞു കേട്ടോ. അപ്പം അമ്മ മാങ്ങ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് പഴുക്കാറായി കേട്ടോ. അപ്പം അമ്മ പറയുന്നത് പഴുപ്പിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോഴേക്കും എൻ്റെ മോനെ മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു കഷ്ണം അങ്ങനെ മുറിച്ച് കൊടുത്തു. പിന്നെ അമ്മ മാങ്ങാക്കറി ഉണ്ടാക്കാൻ കൊടുത്തു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ മാങ്ങാക്കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഈ മാങ്ങ അത്യാവശ്യം പുളിയുണ്ട് കേട്ടോ, കാരണം പഴുത്ത് വരണേ ഉള്ളൂ. നല്ല പഴുത്ത് കഴിഞ്ഞാലേ ഇത് മധുരം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു പുളിപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ പുളി ഉണ്ടാവും പറഞ്ഞു. അപ്പോൾ ഉപ്പും മുളകൊന്നും ഇടാതെ വെറുതെ ഇങ്ങനെ പ്ലേറ്റിൽ അമ്മ നുറുക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനും എടുത്തു, ബേബി എടുത്തു, അമ്മയും എടുത്തു, എല്ലാവരും എടുത്ത് കഴിച്ചു കേട്ടോ. ബാക്കിയുള്ള മാങ്ങ അമ്മ മാങ്ങാക്കറി ഉണ്ടാക്കി. സാധാ ഒരു സിമ്പിൾ മാങ്ങാക്കറിയാണ് കേട്ടോ. മുളക് പൊടിയും അത് കായോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു കായ ഇട്ടുണ്ടോ ചോദിച്ചൊക്കെ അറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു മാങ്ങാക്കറി, വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചിട്ടുള്ളൊരു മാങ്ങാക്കറി. കാരണം അപ്പം കഴിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ നല്ലെണ്ണ അങ്ങനത്തേക്കെല്ലാം ഒഴിക്കുക. അപ്പോൾ അത് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിക്കുമ്പോൾ എക്സ്പ്രഷൻ കണ്ടു നോക്കൂട്ടോ നിങ്ങൾ. ബേബിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര സ്നേഹമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനും കൊണ്ടു കൊടുക്കാനൊക്കെ നല്ല സ്നേഹമാണ്. അപ്പോൾ അവൾ ഈ വെക്കേഷൻ ആക്ടിവിറ്റി എഴുതുകയാണ് കേട്ടോ. ഇവർക്ക് സ്കൂൾ പൂട്ടിക്കഴിഞ്ഞാലും വെക്കേഷൻ ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ള സംഭവം കൊടുക്കും. അത്യാവശ്യം തോന്നുന്നുണ്ടായിരിക്കും അത്. അപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് അത് എഴുതാൻ പറ്റിയില്ലോ, അല്ലെങ്കിൽ അവൾ അവിടെ ഇരുന്നിട്ട് എഴുതിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു സമയമുണ്ടല്ലോ, 1 മാസം ഉണ്ടല്ലോ, നാട്ടിൽ നിന്ന് എഴുതിയാൽ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ വേദു കറിയാണെന്ന് സൂപ്പർ എന്ന് പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലൗസ് തുണി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് തുന്നാൻ വേണ്ടി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പ്രിയമ്മയുടെ വീട്ടിലാണ് കൊടുക്കുന്നത്. പ്രിയമ്മയാണ് നമ്മുടെ തുന്നക്കാരി. അപ്പോൾ പ്രിയമ്മ അവിടെ പുറത്തന്നെ നിന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തു, ബ്ലൗസിൻ്റെ അളവും ഒക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ബൈ.